നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കൃഷി വിജ്ഞാന കേന്ദ്ര പത്തനംതിട്ട തിരുവല്ല കൊളഭാഗം തടിയൂർ ഭാഗത്താണ്. കൊളഭാഗം പോസ്റ്റിൽ തടിയൂർ ഭാഗത്ത്, തിരുവല്ലയാണ് പത്തനംതിട്ട കൃഷി വിജ്ഞാന കേന്ദ്രമാണ്. അപ്പം അവിടെ ഹണി പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ അവിടെയുണ്ട് ഒരുപാട് പ്രോസസ്സിങ് യൂണിറ്റുകളെല്ലാം ഉണ്ട്, പല തരത്തിലുള്ള ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകളൊക്കെ ഉണ്ട്. അപ്പം ഇത് നമ്മൾ കാര്യമായിട്ട് ഹണി പ്രോസസ്സിങ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇതിൽ ഉള്ളത്, ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ തന്നെ ഇപ്പോൾ ഓൾറെഡി ഹണി പ്രോസസ്സിങ് പ്ലാന്റ് ഉണ്ട്. അത് ഇച്ചിരി പഴയതെന്ന് പറയുമ്പോൾ വേറെ മെത്തേഡിലാണ് അത് ചെയ്യുന്നത്. അപ്പം ഇത് കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ട് പുതിയത് നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഈ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത്. നമുക്കിപ്പം കോഴിക്കോട് നിന്ന് ഇറങ്ങുന്നതാണ്. കോഴിക്കോട് നിന്ന് നമുക്ക് പത്തനംതിട്ട എത്തണം. പത്തനംതിട്ട എത്താൻ ഇപ്പം ഏതാണ്ട് നമ്മുടെ ബൈ റോഡിന് വരുന്നതാണ്. അപ്പം ഇവിടെ ഓൾമോസ്റ്റ് ഞാനിപ്പോൾ വീഡിയോയിൽ ഇടുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലങ്ങളാണ്. ബാക്കിയുള്ളത് റെക്കോർഡ് ചെയ്തില്ല. പുലർച്ചെയായിരുന്നു, രാത്രിയായിരുന്നു. ഇത് മൂവാറ്റുപറ്റി ഏതാണ്ട്. അപ്പം ഇതിൽ പോകുന്നതിൻ്റെ വീഡിയോസും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു രസത്തിന്, കാര്യമായിട്ട് ഇൻസ്റ്റലേഷൻ അല്ലേ ഉള്ളൂ. കോട്ടയം അങ്ങനെ പോവാണ്. കോട്ടയം വഴി MC റോഡ് പിടിച്ചാണ് പോകുന്നത്. നമ്മളെ ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രൂപ്പിൽ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൂടെ വരാൻ പറ്റുമോ പലതരത്തിലുള്ള ഇൻസ്റ്റലേഷൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ട്രെയിനീസുകളും ഒക്കെ ആയിട്ട് അപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചത്, ഇപ്പം നമ്മുടെ പല സ്ഥലങ്ങളും ഇൻസ്റ്റലേഷനും അല്ല, ഇതുപോലുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പലതും ഔട്ട് ഓഫ് ഡിസ്ട്രിക്റ്റും ഔട്ട് ഓഫ് സ്റ്റേറ്റും ഒക്കെ ആയിരിക്കും. അപ്പം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. യാത്ര ചെയ്യാനല്ല ബുദ്ധിമുട്ട്, ഒരാളെ കൂടി അക്കോമഡേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഓൾറെഡി ടെക്നീഷ്യൻസ് ഒക്കെ ഉണ്ടാവും കൂടെ. പിന്നെ ഒരാളെയും കൂടി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല. എന്നാലും നിങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ അറിയിക്കാം. ഗ്രൂപ്പിൽ തന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പം അത് യൂട്യൂബിൽ കമൻ്റായിട്ടും വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് യൂട്യൂബിൽ പറയണത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാം, നോക്കാം. യാത്ര ചെയ്യുന്നതിന് കൂടെ യാത്ര ചെയ്യിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. ആ ഒരു ഡിസ്ട്രിക്റ്റിലോ ആ ഒരു പ്ലേസിലോ വരുവാണെങ്കിൽ ഞാൻ അറിയിക്കാം. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയാൽ മതി. കാരണം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമുക്ക് ഇപ്പം എങ്ങനെയാണെങ്കിലും ചിലപ്പം നമുക്ക് സൗകര്യം ഉണ്ടാവില്ല. ഓൾറെഡി ടെക്നീഷ്യന്മാരൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട്, വേറെയും ആൾക്കാരൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു അസൗകര്യമാണ്. ഇനിയിപ്പം അങ്ങനെ ഉണ്ടെങ്കിലും അറിയിക്കാം. ഹലോ.
ഇൻസ്റ്റലേഷൻ കാണേണ്ടവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് കാണാം കേട്ടോ. ഞാനിതിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. സ്കിപ്പ് ചെയ്തിട്ട് അത് കാണാം. ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത് അവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ, ഇൻസ്റ്റാളേഷൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം എന്നുള്ളതിൻ്റെ ആ ഒരു വീഡിയോ ആണ്. പിന്നെ അവിടെ നിലവിലുള്ള മിഷനറീസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ വീഡിയോ ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഒരുപാട് തേൻ കർഷകർ ഒരുപാട് ഇങ്ങനെ പലതരത്തിലുള്ള ഹണി പ്രോസസ്സിങ് പ്ലാന്റുകളുടെ കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം ഇതിൽ 2 ടൈപ്പ് ഹണി പ്രോസസ്സിങ് പ്ലാന്റുകൾ നമ്മൾ പറയുന്നതല്ല, അവിടെ ഓൾറെഡി ഉണ്ട്. അത് ആ ഒരു ടൈപ്പിനെ കുറിച്ചും അതും ഒന്ന് കാണിക്കുന്നുണ്ട് എന്താണെന്നുള്ളത്. അത് ആ ടൈപ്പൊന്നും ഇപ്പം ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഏതാണ്ട് ഈ ഒരു ജംഗ്ഷനിൽ തിരിഞ്ഞു പോകണം. അടുത്ത ജംഗ്ഷനിലാണ്. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഇടയ്ക്ക് പല സംഭവങ്ങളുമാണ്, പലതും ഒരു തരത്തിലും എന്താ പറയുക, ഒന്നിനൊന്ന് യോജിക്കാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള സബ്ജക്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും കാണേണ്ട പോലെ ഇപ്പം ഞാൻ യൂട്യൂബിൽ നമ്മൾ ചെയ്യണതൊക്കെ ഒന്നുകിൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളായിരിക്കാം. ഓൾറെഡി നമ്മൾ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെത്തി. ഇതാണ് ആ കവാടം. അപ്പം ഇവിടെ നല്ല എല്ലാതരം ഒരുപാട് കൃഷികളും കാര്യങ്ങളും അതിൻ്റെ ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വളരെ എനിക്ക് നല്ലൊരു സ്ഥലമായിട്ട് അതായത് ഒരു അങ്ങനെയുള്ളൊരു പ്ലേസ് കൂടിയാണ്. വളരെ കാമായിട്ട് നല്ലൊരു പ്ലേസും, അതുപോലെ തന്നെ ഈ ഒരു പ്ലേസിനെ പോലെ തന്നെയുള്ള ഒഫീഷ്യൽസും സയൻറ്റിസ്റ്റുകളും ഒക്കെ വളരെ നല്ല എന്താ പറയുക, വളരെ നല്ല ആൾക്കാരാണ്. നല്ല പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടെ ഉള്ളത് വളരെ നല്ലതാണ്. നിങ്ങളാരെങ്കിലും കർഷകരൊക്കെ ഉണ്ടെങ്കിൽ പത്തനംതിട്ട ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ വന്നിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെയൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. കൂണിനെ കുറിച്ചും, കൂൺ കൃഷി, അതുപോലെ ഒരുപാട് കൃഷികൾ ഒരുപാട് ലാബുകളുണ്ട്. ഒരുപാട് പ്രോസസ്സിങ് യൂണിറ്റുകളൊക്കെ തന്നെ നല്ല ഒരുപാട് ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ റെഫർ ചെയ്യാണ്. വളരെ നല്ലൊരു സ്ഥലമാണ്. നമുക്ക് പോയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. കർഷകരാണെങ്കിൽ തീർച്ചയായിട്ടും, സ്റ്റുഡൻസ് ആണെങ്കിലും തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. വിസിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സമയം അത്രയും നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആവും. ആ ഒരു സമയം കൊണ്ടേ എന്തായാലും ആ സമയം പാഴായില്ല എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ തരുവാണ്. അപ്പം നമ്മൾ ഒരു ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ട് ഇവിടെയാണ് ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ സാധനങ്ങളെല്ലാം വന്നു കിടക്കാണ്. അപ്പോൾ ഇൻസ്റ്റലേഷൻ ചെയ്തു തുടങ്ങി. ഈ ഒരു പ്ലേസിലാണ് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് 60 കിലോയുടെ ബാച്ചാണ്. ഈ
ഈ ഒരു യൂണിറ്റ്. ചെറിയ യൂണിറ്റാണ്. ചെറിയ യൂണിറ്റ് അല്ല, 60 kg എന്ന് പറയുമ്പോൾ നമുക്ക് പെർ ഡേ അത്യാവശ്യം ഒരു 250-300 കിലോ ഒക്കെ നമുക്ക് പെർ ഡേ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വേണ്ട മാനുവലിയാണ് ഓപ്പറേറ്റിംഗ് എല്ലാം മാനുവലിയാണ്. മാനുവലി എന്ന് പറഞ്ഞാൽ സെമി ഓട്ടോമാറ്റഡ് ആണ്. നമുക്ക് മാനുവലായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഇവിടെ പഴയ ഒരു സിസ്റ്റമാണ്. ഇത് ഒന്നാമത് ജാക്കറ്റ് ടാങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മോയ്സ്ചർ കണ്ടൻറ്റ് കറക്റ്റായിട്ട് റിമൂവ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. മോയ്സ്ചർ കണ്ടൻറ്റ് റിമൂവ് ആവില്ല. ഒരു ഫുൾ പ്രോസസ്സിങ് ഇതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് ഗ്യാസൊക്കെ കത്തിച്ചിട്ട് ബേൺ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം അത് നമുക്ക് ചിലവും കൂടുതലാണ് ഈ ഒരു ടൈപ്പ് ആകുമ്പോൾ. പക്ഷെ ഇവിടെ ഉണ്ട്. ഇത് വേണമെങ്കിൽ കാണണമെങ്കിൽ ഇത് പെർമിഷനൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ അത് കർഷകരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവേണ്ടതാണ്. അത് നിങ്ങൾ KVK ആയിട്ട് അന്വേഷിച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഒരുപാട് മെഷീനറീസ് ഉണ്ട്. അതുപോലെ ഫുഡ് പ്രോസസ്സിങ്ങൊക്കെ ആയിട്ട് ജാക്ക് ഫ്രൂട്ട് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഹെൽപ്പുകൾക്കും എല്ലാത്തിനും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇവിടുന്ന് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ വന്നത് നമ്മളവിടെ ഈ ഒരു ഇൻസ്റ്റലേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പം ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് റണ്ണിങ് ടെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിലിപ്പം ഓൾറെഡി ഈ ഒരു ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിക്വയർഡ് എത്രയാണോ വേണ്ടത് മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ പറ്റും. ജാക്കറ്റ് ടാങ്ക് ഉണ്ട്, മോയ്സ്ചർ റിമൂവ് ചെയ്യാം. പ്രോസസ്സിങ്, ഫിൽട്രേഷന് എല്ലാം ഉണ്ട്. മോയ്സ്ചർ റിഡക്ഷനാണ് കാര്യമായിട്ട്. പിന്നെ ഫിൽട്രേഷനും ഉണ്ട്. 3 ഫിൽറ്റർ ഉണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റോറേജ് ടാങ്കും ഉണ്ട്. സ്റ്റോറേജ് ടാങ്ക് ആയിട്ട് വേറെ പുറത്തേക്ക് വേറെ സ്റ്റോറേജ് ടാങ്കും ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ 4 മോട്ടറും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അത് ഓപ്പറേറ്റ് ചെയ്യണം. ഓരോന്നിൻ്റെയും ഹണിമിക്സിൻ്റെ ആണെങ്കിൽ ഹണിമിക്സിങ്, അതുപോലെ തന്നെ വാട്ടർ സർക്കുലേഷൻ ആണെങ്കിൽ വാട്ടർ സർക്കുലേഷൻ. അത് കിട്ടുന്ന ഹണിക്ക് അനുസരിച്ചാണ് നമ്മളത് സെറ്റ് ചെയ്യല്ല നമ്മളത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഹണിയുടെ കണ്ടൻറ്റ് ഒരു 23% ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സമയമായിരിക്കും എടുക്കുക. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഏതാണ്ട് ഇൻസ്റ്റലേഷൻ്റെ വീഡിയോ ആയിരുന്നു. അത് നമ്മളവിടെ ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു വന്നു. അപ്പം ഇനി ഈ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു വെച്ചിരുന്നു. അപ്പം ചാനൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ദൈനംദിനം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ പലതും വരാം. അത് ഇപ്പം ചിലപ്പം ഒരു എന്താ പറയുക, അതിൽ EV ഉണ്ടാവാം, ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടാവാം, അതുപോലെ തന്നെ നമ്മുടെ മെയിൻ കോർ ആയിട്ടുള്ള ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളുണ്ടാവാം, IoT ഉണ്ടാവാം. അത് പഠിക്കുന്ന പിള്ളേർക്ക് പഠിക്കാൻ ഉതകുന്ന തരത്തിലുള്ള IoTകൾ ഉണ്ടാവാം. പിന്നെ പലതരത്തിലുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. എല്ലാം ഉണ്ട്. അപ്പം എന്താണോ വരുന്നത്, ഇപ്പം നമ്മളിപ്പം വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന വർക്കുകളാണ് ഇതിൽ കൂടുതലും അപ്ഡേറ്റ് ചെയ്യണത്, അപ്ലോഡ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഞാനാണ് ഈ ഒരു ചാനൽ. അതായത് നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും ഞാൻ അങ്ങനെ ഒരു ചാനലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ എന്നെ കാണുന്ന പോലെ ഉണ്ടാവും ഈ ചാനൽ കണ്ടാലും. അപ്പം ഒരു വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോ ആയിട്ട് ചിലപ്പം ഒരു ബന്ധവും ഉണ്ടാവില്ല. അതിൻ്റെ കാരണം ഞാൻ തന്നെയാണ്. കാരണം ഞാൻ അങ്ങനെയാണ് വർക്കുകൾ പലതും നമ്മൾ പുതിയത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടും പല റിസർച്ചുകളും കാര്യങ്ങളും ആ രീതിയിൽ ചെയ്യുന്നത് കൊണ്ടുമാണ് ആ ഒരു പ്രോബ്ലംസ് അതിൽ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് വേണമെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ അവിടെ നിന്ന് കിട്ടും. ഹാർവസ്റ്റിംഗ് ഒരുപാട് ഇപ്പം ഓട്ടോമേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ അവിടെ ഉണ്ടാവും. IoT ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ അത് അവിടെ ഉണ്ടാവും. അതുമായിട്ട് ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പ്ലാന്റ് ഇൻസ്റ്റലേഷന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റുകളുണ്ട്. അപ്പം നമുക്കൊരിക്കലും അതിന് വേണ്ടിയിട്ട് വേറൊരു ചാനൽ തുടങ്ങാനോ ഒന്നിനും പറ്റില്ല. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതിലുണ്ടാവും. അപ്പം പുതിയതായിട്ട് ചെയ്യണതും
ഇപ്പം ഓട്ടോമൊബൈൽ രംഗത്താണെങ്കിലും ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ റിസർച്ചുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ തന്നെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അതിനൊന്നും സെപ്പറേറ്റ് ചാനലുകളോ ഒന്നുമില്ല. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതിലുണ്ടാവും. അപ്പോൾ അതിനാവശ്യം ഉണ്ടാവുന്ന ആൾക്കാർക്ക് അതിന് ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരിലേക്കും എത്തിക്കാൻ നോക്കുക. ഞാൻ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല, കാരണം എല്ലാവർക്കും നമ്മുടെ ഈ ചാനൽ പിടിച്ചോളണമെന്നില്ല. കാരണം ആ ഒരു രീതിയിൽ പോകുന്ന ചാനലാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.